ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫ്രൈഡേ ആണ്. നമുക്ക് ഇന്ന് അവധിയാണ് കേട്ടോ. ഇവിടെ ഇസ്ലാമിക് ന്യൂ ഇയർ ഹോളിഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു അവധി ഇട്ടുകൊണ്ട് നമ്മൾ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. ജസ്റ്റ് ലൈക്ക് യൂഷ്വലി ഒരു ഔട്ടിങ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അതിനുശേഷം ബാക്കിയുള്ള എന്താ ചെയ്യുന്നത് തീരുമാനിക്കുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്കിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ അല്പം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഓൾറെഡി 9:45 ആയി. അറ്റ്ലീസ്റ്റ് ഒരു 8:45 ഇറങ്ങിയാൽ നമുക്ക് തിരക്ക് കൂടാതെ ഐക്കിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം 9:30 കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, എക്സ്പെഷ്യലി ഹോളിഡേയ്സിൻ്റെ അന്ന്. റോഡൊക്കെ നല്ല ഫുൾ എം ടി ആണ്. കാരണം ഇന്നൊരു ഫ്രൈഡേയും ഹോളിഡേയും കൂടി ആയതുകൊണ്ട് ഫുൾ എം ടി ആണ് കേട്ടോ റോഡൊക്കെ. ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ഐക്കിയിൽ കയറാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി ഞങ്ങളുടെ 10 കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. നല്ല തിരക്കാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഹാഫ് ആൻ അവർ എടുക്കും. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോൾ ഏകദേശം 11 ആവും. അങ്ങനെ ഞങ്ങൾ ചീസ് കേക്ക് ഫാക്ടറിയിലോട്ട് വന്നു. അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതും ഫെസ്റ്റിവൽ മോളിൽ തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചീസ് കേക്ക് ഫാക്ടറിയിൽ വരുന്നത്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഇത് അവിടുത്തെ ലാറ്റയാണ് കേട്ടോ. ഗ്ലാസ് തന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്യൂട്ടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് അവർ കോംപ്ലിമെൻ്റ് ആയിട്ടുന്ന ഒരു ബ്രെഡാണ് വിത്ത് ബട്ടർ. ബ്രൗൺ പ്ലസ് വൈറ്റ് ബ്രെഡ് മിക്സ് ആയിട്ടാണ് തന്നത്. അതും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് കുറച്ചൊരു ലക്ഷറി ബേസിസിൽ വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഞങ്ങളുടെ ഒരു ഓംലെറ്റ് ഒരു മിക്സാണ് സെക്കൻഡ് ഞങ്ങൾ കണ്ടത്. ഇത് അവിടെ ടാക്കോസ് ആണ് കേട്ടോ. ടാക്കോസ് ഞങ്ങൾ ലെറ്റ്യൂസ് ടാക്കോസ് എന്നതുകൊണ്ട് ഞങ്ങൾ ടോട്ടലി അല്ലായിരുന്നു. ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ കുറച്ച് അധികമായി പോയോ എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഫുഡും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അവിടെ നല്ല ഗ്രിൽഡ് പൊട്ടേറ്റോസും അതുപോലെ ലാസ്റ്റ് ഞാൻ കാണിച്ച ടാക്കോസും ഒക്കെ. ടാക്കോസ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു. കാരണം ഫുൾ വെജിറ്റബിൾ സ്റ്റഫ് ചെയ്ത് ലെറ്റ്യൂസ് സ്റ്റഫ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അത് എനിക്കറിയില്ല അത് അവരെങ്ങനെയാണ് ചെയ്തതെന്നൊന്നും, പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. ബാക്കി സാൻഡ്വിച്ചസും അതുപോലെ തന്നെ എഗ്ഗിൻ്റെ നമ്മളൊരു പ്ലേറ്റ് ഓർഡർ ചെയ്ത് ഓംലെറ്റ് പ്ലേറ്റ് ഓർഡർ ചെയ്തതും ഒക്കെ നന്നായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ വന്നു. അവിടുത്തെ ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ ആയിരുന്നത്. പിന്നെ തിരിച്ചു പോയി നമ്മൾ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിച്ചു. ഒരുവിധം 99.5% ഞങ്ങൾ തീർത്തു. പിന്നെ ഞാൻ പറയുന്നത് ഇതൊരു പ്രീമിയം റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കാശൊന്നും ആയി. പക്ഷേ അതിലൊരു റിഗ്രറ്റ് നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മൾ കഴിക്കുകയും ചെയ്തു. അങ്ങനെ ചീസ് കേക്ക് ഫാക്ടറിയോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മളോട് ഇറങ്ങി. അതിനുശേഷം ഫെസ്റ്റിവൽ മോളിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞു നടന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കാറിലോട്ട്. കാറിൽ കയറിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് എവിടെ പോകണം എന്നുള്ളത്. അതിനിടയ്ക്ക് മോൾക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അവൾ കിടക്കും. കാരണം അവൾക്ക് സ്ക്രീനിൽ വരാൻ താല്പര്യമേ ഇല്ല. ഞാൻ മാക്സിമം കവർ ചെയ്ത് എടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. എത്ര പറഞ്ഞാലും വരത്തേയില്ല. അങ്ങനെയാണ് ആളിപ്പോൾ. പണ്ടൊക്കെ എപ്പോൾ വന്നാലും വിളിച്ചാലും ഓടി വരുമായിരുന്നു. ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാം അവൾക്കത് തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഔട്ട്ലെറ്റ് മോളിലോട്ടാണ്. റോഡ്സൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. പോകാൻ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഔട്ട്ലെറ്റ് മോളിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ മോളിലേക്ക് കയറി. ഇത് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിൻ്റെ ഒരു മോളാണ്. ഇവിടെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സും നമുക്ക് അഫോർഡബിൾ പ്രൈസസിൽ കിട്ടും. അതാണ് ഈ മോളിൻ്റെ പ്രത്യേകത. ഇവിടെ ഞങ്ങൾ വന്നത് മോൾക്ക് ഷൂസ് നോക്കാനായിട്ടാണ്. കുറേ നാളായിട്ട് മോള് പറഞ്ഞു ഷൂസ് വേണമെന്ന്. കാരണം അവളിപ്പോൾ സ്കൂളിൽ ഷൂസൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് വേണ്ട ക്രോക്സ് ആണ് അവൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയുള്ള ബ്രാൻഡഡൊക്കെ വാങ്ങിക്കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ തന്നെ മോൾക്കത് ഇടാൻ കഴിയില്ല. അങ്ങനെ ഇന്നത് നോക്കാനായിട്ട് വന്നതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഫ്രഞ്ച് ബേക്കറിയിൽ ഒന്ന് കയറി. മോൾക്ക് റെഡ് വെൽവെറ്റ് കേക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. ലബൂബുവിൻ്റെ രീതിയിലുള്ള എന്തൊക്കെയോ ഒരു ഫുഡ് ഐറ്റം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിയില്ല. അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി. ഒരു സാലഡും കൂടെ വാങ്ങി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഒപ്പം മോൾക്ക് സ്കെച്ചേഴ്സ് വാങ്ങിയായിരുന്നു, ഷൂസ്.
അങ്ങനെ അതിനുശേഷം കുറച്ച് പെർഫ്യൂംസും അതൊക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്. ഇത് അവിടുത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഷൂസിൻ്റെ രീതിയിലല്ലേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അവിടുത്തെ എൻട്രൻസിൽ. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ ഔട്ട്ലെറ്റ് മാളിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇവരെൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ് ഞാൻ ഇവർ നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിലെത്തി. പിന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് മദീന മോളിലേക്കാണ് കേട്ടോ. മദീന മോളിൽ എനിക്ക് ഫ്ലോർ മോളിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിക്കണമായിരുന്നു, മേക്കപ്പ് ഐറ്റംസ്. ഒപ്പം അവിടെ കോഴിക്കോട് സ്റ്റാറിൽ നിന്ന് എന്തെങ്കിലും കടികൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ പോയത്. കാരണം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് വിശപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ചായയുടെ കൂടെ. കാരണം ലഞ്ച് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര നമുക്ക് വിശപ്പ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് വെച്ചാൽ ലഞ്ച് വേണ്ട, നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് കരുതി പോയി. മോള് കാറിലിരുന്ന് തന്നെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കാറിലിരുന്നിട്ട് തന്നെ. അങ്ങനെ ഞങ്ങളിപ്പോൾ കോഴിക്കോട് സ്റ്റാറിലെത്തി. അവിടെ നോക്കിയപ്പോൾ നല്ല ചൂട് മുട്ട പപ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 4-5 വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. മോൾ അവളുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാക്കി കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണം. കാരണം ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ചെറിയ വിശപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ എനിക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടണമോ വേണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഐ നോ യു ഓൾ ആർ വാച്ചിങ് ഇറ്റ്, ബട്ട് ദ സപ്പോർട്ട് ഈസ് ഓൾസോ നീഡഡ്. സോ ദിസ് ഈസ് രേഷ്മ ഹിയർ, signing off. See you until next time. Tata. Bye-bye.